ഹായ് മാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഷുഗർ 300 ആണെങ്കിൽ 400 ആണെങ്കിലും അതൊക്കെ കുറച്ചുകൊണ്ട് വരാന്നുള്ളതും നോർമൽ ആക്കാന്നുള്ളതും. അതുപോലെ നമ്മളെ ഷുഗർ ഉള്ള ആളുകൾക്ക് അവരുടെ മെഡിസിൻ പൂർണ്ണമായി നിർത്താമെന്നും കേട്ടിട്ടുണ്ട്. ഉം. അതുപോലെ തന്നെ ഇപ്പൊ അടുത്തായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന മധുരങ്ങളുണ്ട്. പിന്നെ ഷുഗറുള്ള ആളുകൾ മൊത്തം മധുരമൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ശരിക്കും ഉള്ളത് തന്നെയാണോ? ഓക്കെ. അപ്പൊ നമ്മള് കേട്ട് വരുന്നൊരു കാര്യമാണ് പ്രമേഹ രോഗികള് മധുരം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. എത്രയോ വർഷങ്ങളായല്ലേ പ്രമേഹ രോഗികള് നമ്മള് കാണുന്നു. അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെയൊക്കെ വീട്ടില് ഒന്നല്ലെങ്കിൽ 2 പ്രമേഹ രോഗികളെങ്കിലും ഉണ്ടാവും. ഇപ്പൊ അവര് മധുരം കുടിക്കുന്നില്ല, മധുരമുള്ള ചായ കുടിക്കുന്നില്ല. അവർക്ക് ഇപ്പൊ അരിയാഹാരം ഇപ്പൊ അവർക്ക് അരിയാഹാരം കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ പല മോഡിഫിക്കേഷൻസും ഡയബറ്റീസ് അതായത് പ്രമേഹ രോഗികൾ നമ്മൾ വരുത്തി വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വെള്ള പഞ്ചസാരയാണല്ലേ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. എന്നാൽ ചില ആൾക്കാരൊക്കെ ബ്രൗൺ ഷുഗറിലേക്കൊക്കെ മാറുന്നുണ്ട്. ശർക്കര ഉപയോഗിക്കാവോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിച്ചുകൂടെങ്കിലും അവർക്ക് എപ്പോഴും അത് കുറച്ച് കഴിക്കാൻ എങ്ങനെയെങ്കിലും കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മധുരം കഴിക്കാൻ ആഗ്രഹമുള്ള പ്രമേഹ രോഗികൾക്ക് എങ്ങനെയാണ് മധുരം കഴിക്കാൻ പറ്റുന്നത്? എന്തെങ്കിലുമൊക്കെ സ്കോപ്പ് ഉണ്ടോ? എന്നൊക്കെയുള്ള കുറച്ച് സ്റ്റഡീസും നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കേസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ആമിന QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗം. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല. പഞ്ചസാര പല രീതിയിൽ വരുന്നുണ്ട്. പലതിൽ നിന്നും പഞ്ചസാര വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന കണ്ടന്റുകൾ സോഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. പണ്ടത്തെ കാലത്ത് പഞ്ചസാര മാത്രമായിരുന്നു അവോയ്ഡ് ചെയ്യുന്നത്. ചായ കുടിക്കില്ല, അല്ലെങ്കിൽ മധുരം ഒഴിവാക്കും. പിന്നെ ചോറും കാര്യങ്ങളും എല്ലാം കഴിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കൃത്യമായിട്ടുള്ള അവയർനെസ് ഡയബറ്റീസ് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യാനും കഴിയുന്നുണ്ട്. അപ്പോഴാണ് ഈ അടുത്തായിട്ട് സ്റ്റഡീസും ഇതൊക്കെ വരുന്നത്. സ്റ്റീവിയ പോലെയുള്ള സ്വീറ്റ്നേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിന് വേറെ കുഴപ്പമൊന്നും വരില്ല. അവർക്ക് മധുരം അറിയുകയും ചെയ്യാം. അവർക്ക് മധുരമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാമെന്നുള്ള സ്റ്റഡീസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ സ്റ്റീവിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് ഒന്ന് മധുരം രുചിക്കാം അല്ലേ? പക്ഷേ മധുരം രുചിക്കാൻ പറ്റാത്ത തന്നെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് വിഭവങ്ങൾ ഭക്ഷണങ്ങൾ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുന്നവരാണ് നമ്മുടെ കേരളീയർ. അതായത് കപ്പ പോലെയും അരി പോലെയും ഉള്ള പല രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള. അപ്പോൾ ഈ സ്റ്റീവിയ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ല. എന്നാൽ സ്റ്റീവിയയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. ഡയബറ്റീസുകാർ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരികയോ അല്ലെങ്കിൽ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരികയോ ചെയ്യുന്ന അവസരത്തിൽ ഈ ഗ്ലൂക്കോസ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് കൂടുകയും അത് പിന്നീട് കാലക്രമേണ പല പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. കൂടി വരുന്ന ഈ ഒരു ഷുഗറിൻ്റെ അളവ് പതുക്കെ പതുക്കെ അവരുടെ കണ്ണിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃക്കകളെ ബാധിക്കുന്നുണ്ട്, ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട്. ഇനി മരുന്ന് എടുത്താൽ പോലും ഇത് ബാധിക്കുന്നുണ്ട്. പലരും മരുന്നുകളെയാണ് കുറ്റം പറയുന്നത്. മരുന്നെടുത്ത് എനിക്കിങ്ങനെ വന്നു. പക്ഷെ ഒരിക്കലുമല്ല മരുന്നുകളെ നമുക്ക് ഒറ്റയ്ക്ക് കുറ്റം പറയാൻ പറ്റില്ല. മരുന്ന് എടുക്കുന്നതിനോട് കൂടി നിങ്ങൾ ചെയ്തു വരുന്ന മിസ്റ്റേക്ക് അഥവാ നിങ്ങൾ മരുന്നെടുത്തിട്ട് ഞാൻ മരുന്ന് എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കൃത്യതയും ഇല്ലാതെ ഭക്ഷണം കഴിക്കും. കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് എന്നില്ല, റിഫൈൻഡ് എന്നില്ല, എല്ലാം കഴിക്കും. മധുരമുള്ളത് കഴിക്കും, ചായയിൽ മധുരം ഇട്ട് കഴിക്കും. അങ്ങനെ ഷുഗർ ഒരു കൺട്രോളും ഇല്ലാതെ കൺസ്യൂം ചെയ്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നവരാണ് മെയിനായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എത്രയും വേഗം ഫേസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനൊരു പരിധിയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടുതൽ അന്നജം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഗ്ലൂക്കോസായി മാറുകയും ഷുഗർ ഹൈക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഒരു 1 2 തവണ ഈ ഷുഗർ ഹൈക്ക് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉറപ്പായിട്ടും നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് ഈ ഷുഗർ ചെല്ലുകയും ശരീരഭാഗങ്ങൾ ദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിന് തുടക്കമായിട്ട് കണ്ണിൽ തിമിരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുക, കൈകാല് തരിപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ കാലക്രമേണ മൂത്രതടസ്സവും മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അവസാനം ഡയാലിസിസിൽ വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ പ്രമേഹ രോഗം വന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എത്താതിരിക്കാനായിട്ട് നല്ല രീതിയിലൊരു ഹെൽത്ത് ഗൈഡൻസ് എടുത്തുകൊണ്ടുള്ള പോർഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ളൊരു ഡയറ്റ് തന്നെ നോക്കണം. ഹൈ ഫൈബർ കഴിക്കുക, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. അതിൽ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ബ്രൗൺ റൈസ്, മില്ലറ്റ്സ്, റാഗി ഒക്കെ റീപ്ലേസ് ചെയ്യുക. ഒരിക്കലും കഴിക്കരുത്, തുടരുത് എന്നൊന്നുമല്ല. ഇടയ്ക്ക് ഒരു ഞാനൊരു സ്കൂപ്പാണ് എപ്പോഴും റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അത്ര ഒരു സ്കൂപ്പ് കഴിച്ചത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അത് ഇടയ്ക്കൊന്ന് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ബാക്കിയൊക്കെ ഫൈബറാണ് കൂടുതൽ എടുക്കേണ്ടത്. പ്രോട്ടീൻ എപ്പോഴും ഡയബറ്റീസുകാർ കൂടുതൽ കഴിക്കണം. കാര്യം അവർക്ക് എപ്പോഴും മസിൽ വീസ്റ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ മീൻ, കുറച്ച് ചിക്കൻ, ലീൻ മീറ്റുള്ള ചിക്കനൊക്കെ എല്ലാ ദിവസവും ഉൾപ്പെടുത്തി, മുട്ട എവറിഡേ ഉൾപ്പെടുത്തി, ബാക്കിയെല്ലാം നോക്കണം. ബാക്കിയെല്ലാം ക്ലീൻ ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഷുഗർ കൂടാതെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചേർത്ത് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഡയബറ്റീസിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ ഡയബറ്റീസിന് കഴിക്കേണ്ട മരുന്നും ഒന്നും പിന്നെ നിങ്ങൾക്ക് കഴിക്കേണ്ടി വരില്ല. ഡയബറ്റീസുകാർക്ക് ഈ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും നല്ലൊരു വർക്കൗട്ട്, അത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ എക്സസൈസുകൾ തന്നെ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു 20 മിനിറ്റൊക്കെ വരുന്ന പുഷപ്പ്, ക്രഞ്ചസ്, അങ്ങനെ ബർപ്പീസൊക്കെ വരുന്ന, വാക്കിംഗ്, ചാടുന്നത് ഒക്കെ വരുന്ന ഒരു 20 മിനിറ്റ് വർക്കൗട്ടാണ്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ബ്രിസ്ക് വാക്ക് വളരെ നല്ലതാണ്. നൈറ്റ് ടൈമിലൊക്കെ ഒന്ന് നടന്നിട്ട് ഉറങ്ങുന്നത് നല്ലതാണ്. സ്റ്റെപ്പ് കയറുന്നത് ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ്. ഡയബറ്റീസുകാർ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫുഡിൻ്റെ കാര്യം പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ഷുഗറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഷുഗർ എടുക്കുന്നത് പ്രശ്നമുണ്ടോ, അപ്പോൾ അങ്ങനെ ഉള്ള ഷുഗറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, അതൊക്കെ എടുക്കാവോ എന്ന് പല പേഷ്യൻസും ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഷുഗറിനെ കുറിച്ചൊക്കെ ഞാൻ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ ബ്ലഡിലേക്ക് എത്ര സമയത്തിൽ എടുക്കും, അത് എത്ര പെർസെൻറ്റേജ് എടുക്കും എന്നുള്ളൊരു കണക്കാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറവായിട്ട് കാണുന്നത് അഗേവ് സിറപ്പ് എന്ന് പറയുന്ന ഒരു സിറപ്പാണ്. അപ്പോൾ അത് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണെന്ന് ഞാൻ നോക്കി. എല്ലാത്തിനും റേറ്റൊക്കെ കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. സാധാരണക്കാർക്ക് എപ്പോഴും പഞ്ചസാര തന്നെയായിരിക്കും അഫോർഡ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളത്. അഗേവ് സിറപ്പിൽ 10 മുതൽ 11% ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ കെയിൻ ഷുഗറിൽ വരുന്നത് 60% ഒക്കെയാണ്. ഗ്ലൂക്കോസിൽ വരുന്നത് 100% ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഇത് കുറഞ്ഞിരിക്കണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഏറ്റവും കുറവ് വരുന്ന അഗേവ് സിറപ്പിലാണ്. ഇത് ലിക്വിഡ് ഫോമിലൊക്കെ ആയിരിക്കും വരുന്നത്. ലിക്വിഡ് ഫോമാണ്. അപ്പോൾ അതിന് ഒരു ഡ്രോപ്പ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കൂടുതലായിട്ടും ചായയിലൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിൽ. അല്ലാതെ നമുക്ക് നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കാനോ പായസം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. ഇത് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഷുഗറൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ നാച്ചുറൽ ഷുഗറിനും പ്രോസസ്ഡ് ഷുഗറിനും, അതായത് ആഡഡ് ഷുഗറിനും നാച്ചുറൽ ഷുഗറിനും ഇടയിൽ വരുന്ന രീതിയിലുള്ള മധുരങ്ങളാണ് ഈ പറഞ്ഞ മധുരങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത്. ഇനി പറയാനുള്ളത് സ്വീറ്റ്നേഴ്സിനെ കുറിച്ചാണ്. ന്യൂട്രീഷൻ ഒന്നുമില്ലാത്ത സ്വീറ്റ്നേഴ്സ്, അത് നമുക്ക് ജസ്റ്റ് സ്വീറ്റ് ടേസ്റ്റ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അതാണ് സ്റ്റീവിയ, അല്ലെങ്കിൽ അതുപോലെ വരുന്ന സുക്രലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സ്വീറ്റ്നേഴ്സ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് സ്റ്റീവിയ ആണ്. അപ്പോൾ ഇത് സാഷറ്റ്സോ ഡ്രോപ്സോ ഒക്കെയാണ് വരുന്നത്. ഇത് സ്റ്റീവിയ സാഷറ്റ്സ് ആണ് വരുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ 75 ടാബ്സ് വരെ ഉപയോഗിക്കാം ഒരു ദിവസം എന്നാണ് അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത്. അതിൽ ഹാഫ് സാഷറ്റ്സ് ഒക്കെ തന്നെ മതിയാവും ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട്, മധുരം കിട്ടാനായിട്ട്. എന്നാൽ ഇത് നമുക്ക് പഞ്ചസാര പോലെ പായസത്തിലോ അല്ലെങ്കിൽ സ്വീറ്റ് ഉണ്ടാക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ജസ്റ്റ് ലിക്വിഡിലൊക്കെ യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന കണക്ക് ഒരു ദിവസം 7ഉം 8ഉം കോഫിയൊക്കെ കുടിക്കാനായിട്ട് ഇതുപോലെ സ്റ്റീവിയ ഒന്നും യൂസ് ചെയ്യാനും പാടില്ല. ഒരു ചായയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഹാഫ് സാഷറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന ആ ഒരു അളവിൻ്റെ അത്ര എത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ സാധാരണക്കാർക്ക് പഞ്ചസാര എന്ന് പറയുമ്പോൾ, ഷുഗർ എന്ന് പറയുമ്പോൾ വെള്ള കളറിലെ ഗ്രന്യൂൾസ് ആയിട്ടുള്ള ഷുഗറിന് മാത്രമാണ് പരിചയം. ഈ അടുത്തായിട്ട് ബ്രൗൺ ഷുഗറിനെ പരിചയം ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഒരുപാട് ഷുഗറും സ്വീറ്റ്നേഴ്സും ഒക്കെ വിപണിയിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനത്തെ ഇമ്പാക്റ്റുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് നാച്ചുറൽ ഷുഗർ, പ്രോസസ്ഡ് ഷുഗർ, ആഡഡ് ഷുഗർ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ എന്താണ് വ്യത്യാസം എന്നൊക്കെ എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. ഇത് ഞങ്ങൾ എങ്ങനെ അറിയും ഇത് നാച്ചുറൽ ആണോ, ആഡഡ് ഷുഗർ ആണോ, പ്രോസസ്ഡ് ഷുഗർ ആണോ, അപ്പോൾ ഇതൊക്കെ എത്ര കഴിക്കാം, ഇത് കഴിക്കാൻ പാടുണ്ടോ? അപ്പോൾ നാച്ചുറൽ ഷുഗർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രീൻ ലൈറ്റ് ആണ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഷുഗറാണ്. അതെപ്പോഴും നമ്മുടെ സാധാരണ എഡിബിൾ ഫുഡിലുള്ളത്, നമ്മുടെ ഫ്രൂട്ടിലും ഡയറിയിലും അതായത് പാലിലും ഫ്രൂട്ടിലും അങ്ങനെ നമുക്ക് കഴിക്കുന്ന ധാന്യങ്ങളിലും ഒക്കെ ഉള്ള ഷുഗറാണ്. ഇതിൻ്റെ അളവ് മതി നമുക്ക് ഗ്ലൂക്കോസ്, നമ്മുടെ ശരീരത്തിന് വേണ്ട ഗ്ലൂക്കോസ് കിട്ടാനായിട്ട് ഇത് മതി. എന്നാൽ നമുക്ക് നാവിന് രുചി കിട്ടാനായിട്ടാണ് പിന്നെ നമ്മൾ ഈ ആഡഡ് ഷുഗറും പ്രോസസ്ഡ് ഷുഗറും ഒക്കെ ഉപയോഗിക്കുന്നത്. അഗേവ് സിറപ്പും ഹണിയും ഒക്കെ നാച്ചുറലിനും റിഫൈനിലും ഇടയിലാണ് വരുന്നത്. എന്നാലും ഗ്ലൈസീമിക് ഇൻഡെക്സ് അത്യാവശ്യം ഉള്ളതാണ് ഹണി. അഗേവ് സിറപ്പിൽ വളരെ കുറവാണ്, ഏറ്റവും കുറവാണ്. ആഡഡ് ഷുഗർ എന്ന് പറയുമ്പം അഗേവ് സിറപ്പ് ഡ്രിങ്ക്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കെയിൻ ഷുഗർ യോഗേർട്ടിലുള്ളത്, അതല്ലാതെ ഗ്രനോല ബാർസിലൊക്കെ വരുന്ന ഹണി. അപ്പോൾ ഇതൊക്കെയാണ് ആഡഡ് ഷുഗർ എന്ന് പറയുന്നത്. ആഡഡ് ഷുഗർ എപ്പോഴും സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്, ലേബലൊക്കെ നോക്കിയതിന് ശേഷം. കാര്യം സ്ത്രീകൾക്കത് 25%, പുരുഷന്മാർക്ക് 37% ഉള്ളിൽ എത്താൻ പാടുള്ളൂ. ഏതൊരു ഇതെടുത്താലും ഇതിനേക്കാളും ഒക്കെ കൂടുതലായിരിക്കും ആഡഡ് ഷുഗർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലേബൽ നോക്കിയതിന് ശേഷം മാത്രം ആഡഡ് ഷുഗർ ഉള്ള ഫുഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അടുത്തത് വരുന്നത് റിഫൈൻഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറാണ്. ഇത് ഒരു റെഡ് ലൈറ്റ് ആണ്, നമ്മളിത് കഴിക്കാനേ പാടില്ല. അപ്പം അത്ര അത്യാവശ്യമാണ്, ഒരു ഇച്ചിരി കഴിക്കാം, അത്രമാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഇത് വരുന്നത് നമ്മുടെ ജങ്ക് ഫുഡിൽ, പാക്കറ്റ് ഫുഡിലൊക്കെയാണ് ഈ പ്രോസസ്ഡ് റിഫൈൻഡ് ഷുഗർ വരുന്നത്. ഒരു ക്യാൻഡി ബാറിലൊക്കെ 30 ഗ്രാം ആഡഡ് ഷുഗർ ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അത്രയൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാൻ പാടില്ല. അപ്പോൾ ആ ക്യാൻഡി ബാർ തന്നെ ഒരു 5-6 ഒക്കെ കഴിക്കുന്നവർ, സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഒരു ഡിസീസിൻ്റെ അടിമയായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതിനൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അടിമകളാണ്. ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു 10 രൂപയുടെ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിച്ചാലേ തിരിച്ചു കയറാൻ പറ്റുള്ളൂ. ക്ഷീണം അകറ്റാനെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ക്ഷീണം അകറ്റാൻ സഹായിക്കുന്നുമില്ല, മനസ്സിനൊരു ഡോപ്പമിൻ റഷ് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. കാര്യം ഇത്തരം ഷുഗർ ഡോപ്പമിൻ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അഡിക്ഷനായിട്ട് മാറും. പിന്നെ എപ്പോൾ നമ്മൾ അതിനടുത്തേക്ക് പോയാലും നമുക്ക് അതിനൊന്ന് മേടിച്ച് കുടിക്കാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം ശീലങ്ങൾ മാക്സിമം ഒഴിവാക്കണം. ഇതൊരു റെഡ് ലൈറ്റാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത്തരം ഷുഗർ ഉൾപ്പെടുത്തുന്നത്. എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് എല്ലാവർക്കും എടുക്കുന്നത് നല്ലതായിട്ടുള്ളത്. അതിനകത്ത് പ്രോട്ടീനും ഫാറ്റും ഫൈബറും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം. എപ്പോഴും അത് ശ്രദ്ധിക്കണം, ഞാനിതൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് എടുക്കുന്നത് നല്ലത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഷുഗറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.